ഇത് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ശ്രീ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമല്ലല്ലോ, പണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി കൂടുമ്പോൾ ഇതൊക്കെ ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ടെക്നോളജികൾ മറുഭാഗവും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അപാകതകളെല്ലാം മറുഭാഗം സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് ചോദ്യം അവിടെ നിൽക്കുകയാണ്. മറുഭാഗം ആരാണ്? രണ്ടാമത്തെ കാര്യം, ഈ ടെക്നോളജിയുടെ കാര്യം ശ്രീ അമർജി കുമാർ പറഞ്ഞു. ടെക്നോളജിയിലേക്ക് അതിലൊക്കെ ആരാ ഉള്ളത്? അവരുടെയൊക്കെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണെന്നുള്ള ചോദ്യം അവിടെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രീ അമർജി കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡോക്ടർ അമർജി കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ടെക്നോളജിയിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന് ചില അഡാപ്റ്റേഷൻ പ്രശ്നങ്ങളുണ്ടാവും. അത് ഇപ്പോഴത്തെ CBSE പ്രശ്നത്തിന് കാരണമായിട്ടുണ്ടെന്നാണ്. അഡാപ്റ്റേഷൻ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരമായിട്ട് അതിന് ട്രയൽ എടുക്കുക, അത് പക്കയായതിനു ശേഷം ഇംപ്ലിമെന്റ് ചെയ്യുക. മുന്നൊരുക്കം ഉണ്ടാവുക പ്രധാനമാണ്. നിങ്ങൾക്ക് മുന്നൊരുക്കം എന്ന് പറഞ്ഞ ഏർപ്പാടില്ല. നിങ്ങൾക്ക് നോട്ട് നിരോധിക്കുമ്പോഴും ഇല്ല മുന്നൊരുക്കം, കോവിഡിന് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോഴും ഇല്ല മുന്നൊരുക്കം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ CBSEയുടെ എന്താണ് ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോഴില്ല മുന്നൊരുക്കം. ഇതിന്റെ എല്ലാം ദുരിതം ജനം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർന്നില്ല. നോട്ട് നിരോധനം നിങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ജനം തെരുവിൽ വീണു പോയത് നമ്മൾ കണ്ടതാണ്. 50 ദിവസം കൊണ്ട് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ എന്നെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞു ഭരണനായകൻ. പക്ഷേ എത്ര വർഷം അതിൻ്റെ പ്രതിസന്ധി ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്നു എന്നത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ആ പ്രഖ്യാപിച്ച പദ്ധതിയോട് ഒരു ഗുണമുണ്ടായില്ല, മുഴുവൻ പൈസ തിരിച്ചു വന്നു. രണ്ടാമത്തത്, കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ നൂറ്റിക്കണക്കായിട്ടുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികൾ തെരുവിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അവർക്കൊരു ചപ്പാത്തി പോലും കിട്ടിയില്ല, ഒരു വണ്ടിയും കിട്ടിയില്ല പോകാൻ. ഇതുപോലെ പ്രഖ്യാപിച്ച ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന ഈ CBSE ഇവാലുവേഷൻ ഡിജിറ്റലാക്കുക. ഒരു മുന്നൊരുക്കവും ഇല്ലാതെ പ്രഖ്യാപിച്ചു, കംപ്ലീറ്റ് അവതാളത്തിലായി. ഈ പരീക്ഷയ്ക്ക് മുമ്പാണെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ലാതെ പരീക്ഷ എഴുതാൻ ഞാൻ പരിശീലനം തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഷോ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് മോദി. ഇപ്പോൾ അദ്ദേഹത്തെ കാണാനേ ഇല്ല, അദ്ദേഹം ഒരു അക്ഷരം മിണ്ടുന്നില്ല. 10-25 ലക്ഷം കുട്ടികളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ മട്ടില്ല. അപ്പോൾ മുന്നൊരുക്കം വേണ്ട, ഈ പറയുന്ന തരത്തിലുള്ള സുരക്ഷയും വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് വിചാരിക്കുകയാണ് നിങ്ങൾ. അത് പറയാമോ? അത് വിശദീകരിക്കാമോ? അല്ല, ഇവിടെ ഇതിനിടയിൽ ഈ നോട്ട് നിരോധനം കൊണ്ടുണ്ടായ ഫലങ്ങൾ വേറെയുണ്ട്. അത് ഈ സമൂഹത്തിന് സംഭവിച്ചാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ വിദ്യാഭ്യാസ കാര്യത്തില് ഇപ്പൊ ഈ ചോദ്യപേപ്പർ ചോർച്ച ഞാനും പ്രവേശിക്കുന്നില്ല. അപ്പൊ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഇത് മോദി സർക്കാർ വന്നതിന് ശേഷമല്ലല്ലോ, ഇത് പണ്ടും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, അത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് മറുപടി പറയേണ്ട ആവശ്യം. അതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, അതിന് വിദ്യാഭ്യാസ വിദഗ്ധരുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട അവർ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ താങ്കൾ അതിനെ കാണുന്ന ഒരു ചോദ്യപേപ്പർ അവിടെ ചോർന്നു, അതിന് പ്രധാനമന്ത്രി വരേണ്ട കാര്യമുണ്ടോ എന്നുള്ള മട്ടാണ്. അതാണ് ആ ഗൗരവമുള്ളൂ. പ്രധാനമന്ത്രി ഒന്നും മറുപടി വരേണ്ട കേസായിട്ട് 25 ലക്ഷം പേരുടെ നീറ്റ് പരീക്ഷ, രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പരീക്ഷ, നീറ്റ് പരീക്ഷ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പരീക്ഷകളിലൊന്ന്, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ നിരന്തരമായി ചോരുന്നു. എന്നിട്ട് കുട്ടികൾ അവരുടെ ഒരു നല്ല കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വീണ്ടും പോയി എഴുതേണ്ടി വരികയാണ്. അതിനൊന്നും മോദി മറുപടി പറയേണ്ട പ്രശ്നം എന്താണ്? ആ മന്ത്രി പറഞ്ഞല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചത്? എത്ര ആഴ്ച എടുത്തിട്ടാണ്? ഞാൻ ചോദിക്കുന്നത്, പിന്നെ മോദി മറുപടി പറയേണ്ട വിഷയം എന്താണ്? മോദി മറുപടി പറയേണ്ട വിഷയം പിന്നെ എന്താണ്? മോദി ഇതിനേക്കാൾ സില്ലി ആയിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മോദി മറുപടി പറഞ്ഞ വിഷയം എന്താണ്? 1/4 കോടിയോളം ആൾക്കാരെ ബാധിച്ച ഒരു വിഷയത്തിൽ മറുപടി പറയണ്ടേ? വകുപ്പുകൾ സുശക്തം, ഓരോരുത്തരും വകുപ്പുകളുണ്ടെന്നേ, വകുപ്പ് മന്ത്രിമാരുണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന തെറ്റുകൾ സ്വാഭാവികമായിട്ടും അത് തെറ്റുകൾ കണ്ടുപിടിച്ച് ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർന്ന് ഈ കുറ്റക്കാരെല്ലാം അകത്തായില്ലേ? ഇവരെയൊക്കെ ഇതേ മോദി സർക്കാരിന്റെ പോലീസല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 2024 നിൽക്കാത്തത്? ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ അകത്താവും. അങ്ങനെയാണെങ്കിൽ നേരത്തെ അകത്താക്കാറില്ല. ഇപ്പൊ നിരന്തരമായി ആവർത്തിക്കുന്നത് എന്താണ്? ഇത്
അത് ഏതായിരുന്നാലും ഇതിനൊരു വിദ്യാഭ്യാസ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സമൂല മാറ്റം ഈ വിദ്യാഭ്യാസ രംഗത്തിൽ, ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ സമൂല മാറ്റങ്ങൾ വരും കാലങ്ങളിൽ, വരും വർഷങ്ങളിൽ ഉണ്ടാകും. അത് കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് മോദി അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? കാരണം മോദി ഈ പരീക്ഷകൾക്ക് മുമ്പ് കുട്ടികളെ ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി ഇടപെടുന്ന ആളാണല്ലോ. അപ്പോൾ പരീക്ഷ മൊത്തം തകർന്ന് കുട്ടികൾ ആത്മവിശ്വാസം തകർന്നിരിക്കുമ്പോൾ മോദി പ്രതികരിക്കണ്ടേ? എന്നാൽ പിന്നെ ധർമ്മേന്ദ്ര പ്രധാനെ ഏൽപ്പിച്ചാൽ പോരായിരുന്നു ഈ പരീക്ഷാ പേ ചർച്ച നടത്താൻ? എന്തിനാ മോദി നേരിട്ട് ചെയ്യുന്നത്? പരീക്ഷയ്ക്ക് മുമ്പ് ഷോ കാണിക്കാനാണെങ്കിൽ അദ്ദേഹം റെഡിയാണ്. പരീക്ഷ ആകമാനം പൊളിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അല്ല എന്നാണ്. ഇന്ത്യൻ സമ്പദ്ഘടന ആകമാനം പൊളിഞ്ഞിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുമ്പോൾ അവിടെ വേറൊരു വിദേശ ഭരണ നായികയുടെ കൂടെ മുട്ടായി കൊടുത്ത് റീൽ ഉണ്ടാക്കുകയാണ് മോദി. അതൊക്കെയാണ് മോദിയുടെ വലിയ സീരിയസ് സംഗതിയായിട്ട് താങ്കൾ പറയുന്നത്.